ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ളത് നമുക്ക് കാഷ്യൂനട്ട്, മുന്തിരി, 2 ചെറിയ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാല് തിളപ്പിച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചസാര മധുരത്തിനായിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടി നമുക്ക് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ മുന്തിരിയൊക്കെ. അപ്പോൾ ചെറുതായിട്ടൊരു കളറ് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ചൂടായി കഴിയുമ്പോൾ കളറൊക്കെ ഏകദേശം മാറിക്കഴിയുമ്പോൾ ക്യാരറ്റ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ നെയ്യിൽ കിടന്ന് ക്യാരറ്റ് വേവിക്കണം. മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്ത് കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാരറ്റ് വെന്തോളും. ഏകദേശമായി വരുന്നുണ്ട് ക്യാരറ്റ്. ക്യാരറ്റ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി. ഇപ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെ ക്യാരറ്റ് വെന്തോളും. ഈ ക്യാരറ്റ് ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. കണ്ടാൽ തന്നെ അറിയാം, കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി പാൽ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കേണ്ടി വരും.
കാരണം ആ പാലെല്ലാം അതിലേക്ക് വെന്ത് കുറുകി കിട്ടണം. പാലൊഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് വേവിക്കുക കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കുക. പാലും കൂടി കുറുകി വന്നാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.